കൊള്ളാം. ഇങ്ങനെ നാമം ജപിച്ചോണ്ടിരിക്കാനാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? ആ സിഗരറ്റ് മാറ്റിക്ക. പിടി പിടി ഇത് പിടി. ഫുള്ളി മോട്ടറൈസ്ഡാ. ഓസ്ട്രേലിയൻ സാഹിബിന് ചുള്ളു വിലക്ക് കിട്ടിയതാ. അല്ല, Canon EOS 1000 f 200mm ടെലി. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു 60,000 കുറഞ്ഞ് കിട്ടിയേ ഇല്ല. ഇതിൽ ഒറ്റ ക്ലിക്ക് ചെയ്താലുണ്ടല്ലോ അത് പോയി. പിന്നെ അതെ, ഈ ക്യാമറയുടെ മെക്കാനിസം ഒന്നും എന്റെ തലയിൽ കേരളം നിനക്ക് അറിഞ്ഞൂടെ? എടാ, ഇത് നീ വിചാരിക്കുന്ന ഞഞ്ഞ ക്യാമറയൊന്നും അല്ല. ഇവിടെ പിടിച്ച് നമ്മൾ ഒന്ന് ഫോക്കസ് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ട് പ്ലീസ്. എന്റെ പൊന്നളിയാ, നീ എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട് പ്ലീസ്. ലീവ് മീ അലോൺ. ഈ ക്യാമറയുടെ ഒരു പിണ്ണാക്കും എനിക്ക് അറിയണ്ട. എന്നാ നിന്നെ പിണ്ണാക്കി പിടിച്ചിട്ട കാര്യമുള്ളൂ. നീ എന്താ പണിയുണ്ട്. നീ ബട്ടനെ പിടിച്ചൊന്ന് ഞെക്കിയ മാത്രം മതി. ഏത് ബട്ടൺ? എന്റെ ദൈവം, ഇവന്റെ കാര്യം ഞാൻ പറയുന്ന പോലെ ഒന്ന് പിടിച്ചു. എടാ, എനിക്കറിയില്ല. വേണ്ടടാ. കുട്ടികളെ കുറിച്ച് കൂടുതലായിപ്പോ. കളിക്കാൻ വേറെ കുട്ടികളില്ലാത്തോണ്ടല്ലേ മോളെ? ഓ, രണ്ടാളും കൂടി കരുതിക്കുട്ടിയുള്ള പണിയാണല്ലേ? ഞാൻ മഹേഷ് എന്റെ കൈ തന്നു. ഞാനിവിടെ പിന്നെ ഒരു ഫോട്ടോഗ്രാഫ്. അതിന്റെ ഇടയിൽ കയറി കളിക്കാൻ നിന്നോട് ആരാ പറഞ്ഞ? അയ്യോ കള്ളം. മഹേഷ്, നീയല്ലേ ഇവിടെ ഞെക്കാൻ പറഞ്ഞിട്ട്? ഞാൻ അല്ല, ഇങ്ങനെ പ്രസ് ചെയ്യപ്പോ ലൈറ്റ് ഇവിടെ. അയ്യോ പാവം. കണ്ടോ, സാർ എടുത്ത ഫോട്ടോസ് ഫുൾ ഔട്ട് ഓഫ് ഫോക്കസ്. എന്റെ മുഖത്ത് നോക്കണ്ട, ഇതിലോട്ട് നോക്ക്. കണ്ടോ, ഒരൊറ്റൊരെണ്ണം ഷാർപ്പായിട്ടുണ്ടോ? ഇല്ല. എന്റെ മോനെ അറിയാവുന്ന പണി വല്ലതും ചെയ്താ പോരെ? നീനെ കുറിച്ച് ഓർക്കായിരുന്നു. നോക്ക്, ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളവരെയാ നേരത്തെ അങ്ങ് വിളിക്കുന്നത്. അതിനിങ്ങനെ വിഷമിച്ചാലോ? ലീവ് ഇറ്റ്. പറ, വിജയന്റെ പ്രോഗ്രാമിനെ കുറിച്ച് പറ. ഏത് കവിതയാ? പറ പ്ലീസ്. ശിവപാർവതി പ്രണയം. ആഹാ, ശിവദ അല്ലേ? എന്താ അത് തന്നെ സെലക്ട് ചെയ്തേ? അത് അർദ്ധനാരീശ്വര സങ്കല്പമാണ്. പുരുഷനും പ്രകൃതിയും തമ്മിലുള്ള വേർപിരിയാത്ത ബന്ധത്തിന്റെ മൂർത്തിഭാവം. ഹലോ ഹലോ, എന്താ ഇങ്ങനെ നോക്കുന്നേ? ക്ലാസിക്കലായിട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അല്ലെങ്കിലും ആരും പഠിപ്പിച്ചിട്ടല്ലോ കുയില് മധുരമായിട്ട് പാടുന്നത്. ഏയ്, അത്രയ്ക്ക് കളിയാക്കണ്ട കേട്ടോ. അയ്യോ, ഞാൻ കളിയാക്കിയതല്ല. വീണ പാടിയത് ഞാൻ കാതുകൊണ്ടല്ല, ആത്മാവുകൊണ്ടാ കേട്ടത്. Really? That was a wonderful compliment. Thanks. Mahi!
വെതർ എങ്ങനെയുണ്ടെന്ന് അന്വേഷിച്ചായിരുന്നു മഹി? പേപ്പറിൽ കാണുമല്ലോ. ഹൈൻബർഗിലെ വെതറിന് യാതൊരു കുഴപ്പമില്ല. വേണ്ടിരിക്കുന്നു, ഇവന്റെ വെതറിന് ടോട്ടൽ കുഴപ്പം. ഉം. ഏ, അവൻ വരുന്നില്ലെന്നു. ഏ? നാട്ടിലേക്ക് തിരിച്ചു പോണോ അത്ര. ആഹാ, എന്തു പറ്റി വിജയ്? അത് പിന്നെ നാട്ടിൽ അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട്. അത് പുതിയ കാര്യമൊന്നല്ലല്ലോ. ദേ, വിജയ് കൂടെ ഉണ്ടെന്ന് വെച്ച് ഞാൻ പ്ലാൻ ചെയ്ത ടൂറാണിത്. 2 ദിവസത്തെ പരിപാടിയല്ലേ, നല്ല സ്ഥലാ. ഒന്ന് പറയും മഹി. പറഞ്ഞു, നീയല്ലേ ഇവിടുത്തെ ബോസ്. ഓക്കെ, ശരി. ഞങ്ങൾ ആരെയാണ് കൂടുതൽ ഇഷ്ടം? എന്നെയല്ലേ? ആണല്ലോ. അത് യെസ്, അപ്പൊ ഞാൻ പറഞ്ഞ അനുസരിക്കും ഇല്ലേ? ഓക്കെ, പ്രോമിസ്. പ്രോമിസ് ചെയ്. താങ്ക് യു. നിന്റെ വെള്ളത്തിൽ ഒന്നും നടക്കില്ല മോനെ. അവള് പിടിക്കുന്ന മുയലിനെ കൊമ്പ് 3, പിന്നെ എക്സ്ട്രാ ഒരെണ്ണം കൂടെ. ഹൈൻബർഗ് എന്ന് പറഞ്ഞാൽ ഹൈൻബർഗ്. ഓക്കെ, വാ വാ വാ, എല്ലാരും ഇറങ്ങിക്കോ. പോകില്ല. എന്ത് പണിയായിട്ട്. ജീപ്പ് വരുമെന്ന് പറഞ്ഞിരുന്നല്ലേ? പിന്നല്ലാതെ, ബസ് ഇവിടുന്ന് മേളിലേക്ക് പോവില്ലാന്നേ ആ കുര്യച്ചൻ ഇവിടെ വന്ന് നിൽക്കാന്ന് പറഞ്ഞിരുന്ന. ആരെയാ കുര്യച്ചൻ? ആ റിസോർട്ടിലെ മാനേജർ. എന്താ ചെയ്യ? Hello. I'm Maggie. You're supposed to come with me. Come. No, only 4 people now. വാ, നമുക്ക് ആദ്യമേ പോവാം. സണ്ണി, ഞാൻ അവിടെ ചെന്നിട്ട് വണ്ടി ഇങ്ങോട്ട് വിടാം. ഓക്കെ, നിങ്ങൾ എപ്പോഴേക്കും ലഗേജ് ഒക്കെ ഇറക്കി വെച്ചേക്കാ. ഞാനിപ്പോ റെഡി ആക്കാം. എന്റെ ദൈവമേ, ഈ കൊച്ചാണ് വണ്ടി ഓടിക്കാൻ പോകുന്നത്. Okay, we're here. Come on, everybody out. ആഹാ, ഹലോ ചേട്ടാ, ചാടി വാ. വെൽക്കം വെൽക്കം. ഹലോ, നീ പോയി ബാക്കിയോടെ കൂട്ടിക്കൊണ്ടുവാ. Okay. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു.